ജനദ്രോഹ തൊഴിലാളി വിരുദ്ധ വൈദ്യുതി നിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക എന്ന ആവശ്യമുന്നയിച്ച് വടകര പഴയ സ്റ്റാൻഡ് പരിസരത്ത് വിവിധ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. യോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം PC സുരേഷ് ഉദ്ഘാടനം ചെയ്തു. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. സർവീസ് സഹകരണ ബാങ്ക് സംരംഭം. വൈദ്യുത നിയമ ഭേദഗതി ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന മാർച്ച് 10-ന് 2 മണിക്കൂർ സമയം ജോലിയിൽ നിന്നും ദേശീയ തലത്തിൽ വിട്ടുനിന്നുകൊണ്ടാണ് പ്രതിഷേധത്തിൽ തൊഴിലാളികൾ പങ്കെടുത്തത്. പ്രതിഷേധ യോഗം CITU സംസ്ഥാന കമ്മിറ്റി അംഗം PC സുരേഷ് ഉദ്ഘാടനം ചെയ്തു. 2014 മുമ്പ് നരേന്ദ്രമോദി ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് രാജ്യത്തെ തൊഴിലാളി വർഗത്തിനോടോ രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയോടോ ഒന്നും താല്പര്യമുള്ള ഒരാളായിരുന്നില്ല ഇന്ത്യയുടെ ഭരണാധികാരി, ഇന്നത്തെ ഭരണാധികാരി നരേന്ദ്രമോദി എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. നരേന്ദ്രമോദി എന്ന് പറയുന്ന ഭരണാധികാരി ഈ രാജ്യത്തെ ജനതയോ, ഈ രാജ്യത്തെ ഭരണഘടനയോ, ഈ രാജ്യത്തെ മതനിരപേക്ഷതയോ, ഈ രാജ്യത്തെ ഫെഡറലിസമോ ഇതൊന്നും നരേന്ദ്രമോദിയെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. നരേന്ദ്രമോദിയെ ബാധിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ സമ്പത്ത് നരേന്ദ്രമോദിയുടെ ഇഷ്ടത്തോടന്മാർക്ക് തീരെഴുതി കൊടുക്കുക എന്നതാണ് നരേന്ദ്രമോദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട. അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റുക, അതിനാവശ്യമായ നിലയിൽ രാജ്യത്തിന്റെ ഭരണഘടനാ സംവിധാനങ്ങളെയെല്ലാം അവർക്ക് അനുകൂലമായ നിലയിൽ നിയമം മൂലം മാറ്റി തീർക്കുക എന്ന് പറയുന്ന പ്രവണതയാണ് ഈ രാജ്യത്ത് നരേന്ദ്രമോദി നടപ്പിലാക്കുന്നത് എന്ന് കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. KCB സംസ്ഥാന കൗൺസിൽ അംഗം സുദീപാർ വിശദീകരണം നടത്തി. ചടങ്ങിൽ KEWF വടകര ഡിവിഷണൽ സെക്രട്ടറി ബിജു MT അധ്യക്ഷത വഹിച്ചു. KCBWA വടകര ഡിവിഷണൽ സെക്രട്ടറി M ഷാജി സ്വാഗതവും പറഞ്ഞു. അഭിവാദ്യം അർപ്പിച്ച് പെൻഷനേഴ്സ് അസോസിയേഷൻ ഡിവിഷണൽ സെക്രട്ടറി ജയരാജ് TH, KCBWA സംസ്ഥാന കമ്മിറ്റി അംഗം രജീഷ് K എന്നിവർ സംസാരിച്ചു. കോൺട്രാക്ട് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ദാസൻ NK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.